കോണ്ടാക്റ്റിലിരിക്കുന്ന സമയത്തും ആ ഒരു പേഴ്സണ് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളോട് സംസാരിക്കണം, വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടിയോ എന്ന ഒരു ഡൗട്ടിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ ഒരു സെപ്പറേറ്റ് പീരീഡിൽ അയാൾക്ക് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓക്കെ നിർത്താന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴും വീണ്ടും അയാള് ഇത് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി അത് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നോർത്ത്. അപ്പൊ ആകപ്പാട് ഒരു വല്ലാത്തൊരു ഇമോഷണൽ അവസ്ഥയിൽ കൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് മാറിപ്പോണ സാഹചര്യം കൊണ്ട് മാറേണ്ട ഒരു ആവശ്യം ഉണ്ട്, അതായത് മാറേണ്ട കാര്യം. അപ്പൊ അയാൾക്ക് ഇതിൽ നിന്ന് മാറാനും പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇയാളിലോട്ട് നിങ്ങളുടെ പഴയ മെമ്മറീസ് എല്ലാം അയാൾ അങ്ങോട്ട് തിരിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ ചെയ്യുന്ന ഈ ഒരു ഡിസിഷൻ വലിയൊരു മിസ്റ്റേക്ക് ആവുമോ എന്നൊക്കെ ഓർത്ത് അയാൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊന്നും പോയിട്ടുണ്ടാവില്ല, എല്ലാം വളരെ നല്ല രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളോട് നല്ല രീതിയിൽ കണക്ഷനും ഉണ്ട്, ഇഷ്ടവും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് ഈ ഒരു പേഴ്സൺ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മാറിയത്. പക്ഷെ ഇപ്പൊ അയാൾക്ക് പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ അയാളുടെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ അല്ല വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ ഹാർട്ട് വൈസാണ് അയാളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾക്ക് ഇപ്പോ അതുകൊണ്ട് ഇയാൾ എടുത്ത ഡിസിഷൻ തെറ്റാവോ എന്നോർത്ത് വളരെയധികം പേടിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ശരിക്കും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യണമെന്നുമുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതിൽ അയാൾ നിൽക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ അയാൾക്ക് നിങ്ങൾ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു അതായത് നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുമ്പോൾ. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ അയാൾക്കും ഉണ്ട് പ്രോബ്ലംസ് അവിടെ, അതായത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് തന്നെ. പക്ഷെ എന്താ പറയാ, അപ്പൊ അയാൾക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ തന്നെ അയാൾക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തിനാണ് എന്റെ ഫീലിങ്സ്, എന്താണ് എന്റെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഈ ഒരു പേഴ്സണിലോട്ട് കൂടുതൽ പോകുന്നത്, ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് അയാൾക്ക് ഒരുപാട് ഇറിറ്റേഷനൊക്കെ അയാളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അയാളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ആ ഒരു പേഴ്സണും പോകുന്നത്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അയാൾ രണ്ടുപേരും നല്ലതിനൊക്കെ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം മാറിയത്. പക്ഷെ ഇപ്പൊ അയാളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നോർത്തിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സണും ഇപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്.